നിർബന്ധിത ഗർഭചിത്രമൊക്കെ ചെയ്യുന്നത് പരാതി അങ്ങനെ രാഹുലിന്റെ ഓഡിയോ ഒന്നും നിങ്ങൾക്ക് എന്താ, നിങ്ങളെന്താ ഫോറൻസിക് വിദഗ്ധനാണോ? രാഹുലിന്റെ ഞാൻ ചോദിക്കട്ടെ, ഓഡിയോ വീഡിയോ ഇനി അരുണും ഞാനും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കണത് വീഡിയോ ഇറക്കാലോ കാലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. അപ്പൊ അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല. രാഹുലിനെതിരായിട്ട് അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമോ അതല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കുന്ന പാർട്ടി കേരളത്തിലുള്ള CPM കോൺഗ്രസ് അല്ല, ഏതെങ്കിലും ഒരു വ്യക്തി. ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങൾ വ്യാജമായിരിക്കാം എന്നൊരു സംശയം താങ്കൾക്കുണ്ടോ? ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്, ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഓരോ കാര്യങ്ങളും വന്നില്ലല്ലോ. ഒരു യുവജന പ്രസ്ഥാനത്തിന് നേതാവെന്ന നിലയ്ക്ക് ഇപ്പോൾ രാഹുലിനെതിരെ വരുന്ന ആരോപണങ്ങൾ അദ്ദേഹം ജാഗ്രത കാണിക്കാത്തതിന്റെയും കൂടി ഒരു കാര്യം ഞാൻ പറയാം, അത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായോ ഇല്ലയെന്ന് പരിശോധിക്കുന്നത് പാർട്ടിയാണ്, ഒരു വ്യക്തിയല്ല. എൻ്റെ ജാഗ്രത കുറവ് എന്താണെന്ന് ഞാനല്ല പരിശോധിക്കേണ്ടത്, അല്ലെ ഒരു വ്യക്തിയല്ല പറയേണ്ടത്, അത് പാർട്ടി അത് പരിശോധിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പാലക്കാട് MLA ആണ്, കേരള നിയമസഭയിലെ മെമ്പറാണ്, ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു, രാജിവെച്ചു. ഇനി നിയമസഭ അംഗത്വം എന്ന് പറയുന്നത് ഇല്ല, അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അതായത് നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്, നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും VK ശ്രീകണ്ഠനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു അന്വേഷണം അനിവാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. DYFI പറഞ്ഞത് സോണിയാഗാന്ധിക്ക് മാത്രം മെസ്സേജ് അയക്കാനുള്ള തരത്തിലുള്ള പരിഹാസമാണ് ഉണ്ടായത്. അത് അവരുടെയൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങളൊന്നും അങ്ങനെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയെക്കുറിച്ച് പറയാറില്ല. അവരൊക്കെ കത്തയച്ചതും അവരൊക്കെ ഇക്കിളിപ്പെടുത്തിയതും പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതൊക്കെ നിരവധി കഥകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആ സംസ്കാരം കൊണ്ടു നടക്കണമല്ല. കോൺഗ്രസ് വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചു. ആ ആരോപണം വന്നും ഒക്കെ പുകമറയായിരുന്നു. കാരണം രേഖാമൂലം ഇല്ല, നിയമപരമായിട്ടില്ല, അങ്ങനെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലില്ല. എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് രാജിവെച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ ആരോപണ വിധേയം തെറ്റുകാരനായതുകൊണ്ടല്ല രാജിവെച്ചത്, ഞാൻ അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വാദിക്ക് ആ സമയം കളയണ്ട, അത് അതിൻ്റെ ഒരു ധാർമ്മികതയാണ്. അത് സംഘടനയ്ക്ക് ഞാൻ കാരണം അങ്ങനെയാണ്. പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. നിങ്ങളെ പാർട്ടി BJP-മാരിയല്ല, അത് CPM ആണ്. കമ്മീഷന്റെ ഇടപാട് അവർക്കാണ് അറിയുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. ഇതിന് അന്വേഷണ സമിതി ഉണ്ടാകും, അന്വേഷിക്കും. കുറ്റക്കാരനാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും. കോൺഗ്രസ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ വഴങ്ങി ജീവിക്കുന്ന പാർട്ടിയാണ്. അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിരപരാധിയെ ശിക്ഷിക്കാൻ എവിടെ വകുപ്പൊന്നുമില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയട്ടെ, അന്വേഷിക്കട്ടെ. അല്പസാവകാശം വേണ്ടി വരും ഈ കാര്യങ്ങൾ. നേരത്തെ തന്നെ പരാതി കിട്ടിയിട്ട് ഇതിലൊരു നടപടി സ്വീകരിക്കാതിരുന്നുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പാർട്ടിക്ക് പരാതി കിട്ടിയോന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ ഉദ്ദേശം ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല. കാരണം 3-3.5 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ?